വീഡിയോ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ്. കാരണം വേറെ ഒന്നല്ല, ഈ ട്രംപ് ഹമാസിനെ ഭയങ്കരമായിട്ട് താക്കീത് ചെയ്ത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പൊ അതിന്റെ റിയാലിറ്റിയുമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ട്രംപിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഖത്തറിലേക്ക് ഒരാളിനെയാണ് അയച്ചിരുന്നത്. നെഗോസിയേഷന് പോയിരുന്നത്. ഫസ്റ്റ് റൗണ്ട് പോയി സംസാരിച്ചിട്ട് ഇപ്പം ഇസ്രായേലിനെ അറിയിക്കാതെ സംസാരിച്ചതല്ല, ഇസ്രായേലിനെ അറിയിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത്. കാരണം ഈ ഒരു ബന്ധികളുമായിട്ടുള്ള നെഗോസിയേഷൻ പറഞ്ഞാൽ അമേരിക്കയുടെ ബന്ധികളാണ് പ്രാഥമികമായിട്ട് അമേരിക്കയുടെ ബന്ധികൾക്കാണ് പ്രാധാന്യം കൊടുത്തവർ പോയതെങ്കിലും എൻറ്റയർ ബന്ധികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. ആ രീതിയിലാണ് അറിയാൻ പറ്റുന്നത്. ഈ നെഗോഷിയേറ്റ് ചെയ്യാൻ പോയി അവിടെ സംസാരിച്ച സമയത്ത് ഹമാസ് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളുടെ ഗാസയ്ക്കുള്ളിലുള്ള എയ്ഡ് ട്രക്കുകളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സംസാരിച്ചതുപോലെ ഈ ഒരു ഫസ്റ്റ് ഫേസോടുകൂടി നിങ്ങൾ പിന്നെ തിരിച്ച് ഇസ്രായേൽ സംസാരിക്കാൻ വന്നില്ല, ഞങ്ങളെ റിജക്ട് ചെയ്തു, അവഗണിച്ചു. സെക്കൻഡ് ഫേസുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിലുപരിയായിട്ട് വാട്ടർ സപ്ലൈയുടെ പവർ കട്ട് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഗാസയ്ക്കുള്ളിലുണ്ട്. അതുപോലെ പറഞ്ഞതുപോലെ ഒരു IDF ഉദ്യോഗസ്ഥരെ ഫേസ് 1 കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് പിൻവലിച്ചില്ല. കോറിഡോറുകളിലൊക്കെ നിങ്ങളുടെ IDF അവിടെ നിൽപ്പുണ്ട്. ഈ രീതിയിലുള്ള ചില ന്യായങ്ങളാണ് അവർ പറഞ്ഞത്. ഈ ട്രംപ് എന്തിനാണ് ഇത്രയും ദേഷ്യത്തോടു കൂടി ഹമാസിന്റെ അടുത്ത് കാര്യം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള മീഡിയയിൽ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഈ ഓപ്പൺ ഷൗട്ട് ട്രംപ് ഹമാസിനെതിരെ നടത്തിയത് ഈ കാരണം കൊണ്ടാണ്. കാര്യം വേറെ ഒന്നല്ല, ചർച്ച പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം തീരുമാനം എടുക്കേണ്ടത് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇടയ്ക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഈ ശ്രമം നടത്താനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു അമേരിക്കയുടെ കുറെ ബന്ധികളെ ഈ ഹമാസ് പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അമേരിക്കയിലുണ്ട്. അതിലുപരിയായിട്ട് യുണൈറ്റഡ് നേഷൻസിൽ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 42 ദിവസം കൊണ്ട് ജീവനോടെ റിലീസായ കുറെ ബന്ധികളുണ്ടല്ലോ. ഈ ബന്ധികളെയൊക്കെ UN ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ ഒരു സ്പീച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വലിയൊരു ടീം തന്നെ, ഈ ഒരു ബന്ധികളുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു ടീം തന്നെ അമേരിക്കയിലുണ്ട്. അപ്പൊ അവര് ട്രംപിന് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപിന്റെ ഓവൽ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. ഓവൽ ഓഫീസിൽ പോയപ്പോഴത്തേക്കും അവിടെ ട്രംപിനെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർ ഭയങ്കരമായിട്ട് സംസാരിച്ചു. ട്രംപിനെ ഒരു പ്രത്യേക അവതാരമായിട്ടാണ് അവർ കണ്ടത്. അതായത് കാരണം ഈ ട്രംപ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു രീതിയിലും ഒരു വിമോചനം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ അതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ട്രംപിനെ അവർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ട്രംപ് അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഗൂസ് പമ്പ് അടിച്ചാണ് ഇരുന്നത്. എന്നിട്ട് പുള്ളിക്കാരൻ എന്താണ് എന്നെ കൂടുതൽ പറഞ്ഞോ എന്നുള്ള രീതിയിൽ അത് പൊക്കി പറയാണ് ട്രംപിനെ. അപ്പൊ കുറച്ചുകൂടെ കേൾക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തിൽ പറഞ്ഞോ എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുകയാണ് ചെയ്തത്. ഒരു കാര്യത്തിൽ നമ്മൾ പാർഷ്യലി ഇത് അക്സെപ്റ്റ് ചെയ്യണം. കാര്യം ട്രംപ് വന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധികളൊക്കെ മോചിപ്പിക്കപ്പെട്ടത്. അത് തന്നെയാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാര്യം നെതന്യാഹു തലങ്ങും ആക്രമണം തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ട്രംപ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് കുറച്ച് ബന്ധികളെ റിലീസ് ചെയ്യാനുള്ള ഒരു മാർഗം ഒരുക്കിയത് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. We believe you've been sent by God to release them. You can really help. Yes. You have the power to do it. You were our hope when we were there, and now you're their hope. Yeah. So you didn't think until I came along, you didn't think you were going to get out? No. Once you were elected, we heard that you want to do everything to make a deal as soon as possible. And You were so happy. Yeah. Well, we said you better let us have those people back. Yeah. you gave us You hope. better let them out. We did say that, and something happened, right? Yeah. Yes. Now we got to get the rest out. Please do it again. Thank Please. you. Thank you all. Thank We're you. working on Thank it very hard. Thank Thank you you very much. Thank you. Thank you, darling. You take care. We'll do the best we can. Thank you, Mr. Thank you. President. Thank you. Thank you, darling. You take care of yourself. It's horrible stories. Not even believable. Thank you. We'll get them out. We'll get them out. Thank you so much. Thank you, sir. Thank you, sir. You take care of yourself, okay? Thank you. Take care. You got a good future. I'm telling you. ആ രീതിയിലുള്ള ഒരു താങ്ക്ഫുൾനെസ്, അങ്ങനെ ഒരു താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആൾക്കാർ അവിടെ പോയത്. അവർക്കും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് അവർ പിരിഞ്ഞു. അപ്പോഴാണ് ട്രംപ് കുറച്ച് ഹൈപ്പർ ആയത്. ആ ഹൈപ്പർ ആയിട്ടാണ് ശരിക്കും ഈ ഹമാസിന് ഒരു ത്രെട്ട് കൊടുത്തത്. ഹമാസിന് ത്രെട്ട് കൊടുത്തത് ഹലോ അല്ലെങ്കിൽ ഗുഡ് ബൈ, ഇതാണ് പറഞ്ഞു വെച്ചത്. അത് ഹലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബന്ധികളേക്ക് വിട്ടിട്ട് സമാധാനമായിട്ട് ഇരിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഹലോ, അല്ലാന്നുണ്ടെങ്കിൽ ഗുഡ് ബൈ. ഗുഡ് ബൈ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് തകർക്കാണ് കഴിയും. അപ്പൊ അതേപോലെ തന്നെ അത്രയും ലോഡ് കണക്കിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇപ്പൊ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഗാസയെ തന്നെയാണ് എയിം ചെയ്യുന്നത്. പേടിത്തൊണ്ടന്മാരാണ് ഈ ഒരു ജീവനില്ലാത്ത ശരീരം വെച്ച് ഇങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നത് എന്നുള്ള വാക്കും കൂടെ പുള്ളി പറഞ്ഞായിരുന്നു കേട്ടോ. അത് ഹമാസിനെ തന്നെയാണ് പറഞ്ഞത്. ഈ പേടിത്തൊണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു ജോലിയാണ് ഇങ്ങനെ ഈ ഒരു ജീവനറ്റ മൃതശരീരങ്ങളെ വെച്ചുകൊണ്ട് ഇങ്ങനെ വിലപേശുന്ന ഒരു ഏർപ്പാട്. അത് തന്നെയാണ് പുള്ളി കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. അതിലുപരിയായിട്ട് ഗാസയുടെ ജനങ്ങൾക്കും ഡയറക്റ്റ് ആയിട്ട് പുള്ളി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും ഇങ്ങനെ ഹമാസിനെ അനുകൂലിച്ച് നിങ്ങളുടെ അടുത്താണ് ഈ ഒരു ബന്ധികളെ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരെ പുറത്തു വിടണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെയും ഹമാസിനോട് കൂടി ചേർത്ത് തന്നെ നമ്മൾ ആക്രമിക്കും എന്നുള്ള നിലയിലുള്ള ഒരു വാണിംഗ് ആണ് ഗാസയിലെ ജനങ്ങൾക്കും കൂടെ കൊടുത്തത്. അതായത്
ട്രംപും തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഹമാസിനെയും ഗാസയിലെ ജനങ്ങളെയും രണ്ടായിട്ടല്ല കാണുന്നത്, ഒന്നായിട്ടാണ് കാണുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലാണ് ബന്ദികൾ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പുറത്തു വിടുക. നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, പക്ഷെ അത് ഗാസയിലല്ല. ഇതും കൂടെ പറഞ്ഞായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഗാസ പീപ്പിൾ ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ബട്ട് നോട്ട് ഇൻ ഗാസ. അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗാസയ്ക്ക് പുറത്താണ് നിങ്ങൾക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാണ് 59 ബന്ദികളാണ് ഇപ്പൊ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിനകത്ത് 22 പേര് ജീവിച്ചിരിക്കുന്നതായിട്ടാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്പെക്കുലേഷൻ, ഇസ്രായേലിന്റെ ഭാഗത്തുള്ള ഒരു പ്രതീക്ഷ. 22 പേരോളം ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം കൊല്ലപ്പെട്ടിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വക രീതിയിൽ ഈ ഒരു ഡെഡ് ബോഡികൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ജീവനറ്റ ശരീരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു ഹമാസിന്റെ വാക്കും കേട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇസ്രായേൽ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ കാണുന്നത്. അതായത് ഹമാസിന്റെ ഈ ഒരു ഡയലോഗുകൾ, ഹമാസിന്റെ ഈ ഒരു പ്രസ്താവന, ഹമാസിന്റെ ഈ ഒരു സങ്കടം, നാടകം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇപ്പം ഈ ഒരു എയ്ഡ് ട്രക്കും വെള്ളവും കൂടെ നിർത്തിക്കൊണ്ട് ഇസ്രായേൽ കർശനമായ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടാതാകുമ്പോഴത്തേക്കും പൊറുതിമുട്ടി ഈ ലോകരാജ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ബന്ദികളെ വിട്ടിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ആ രീതിയിലല്ലേ തീരുമാനിക്കേണ്ടത്. ഇത് തന്നെയാണ് വളരെ റൈറ്റ് ആയിട്ടുള്ള തീരുമാനം. എന്തിനാണ് ഇങ്ങനെ തീറ്റി പോറ്റുന്നത്? അത് ആൾക്കാരെ October 7 പിടിച്ചോണ്ട് പോയത്, ഫസ്റ്റ് കേസ് പിടിച്ചോണ്ട് പോയതാണ്. ആ ഫസ്റ്റ് കേസ് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കെയ്റോയിൽ അറബ് ലീഗ് ഉടനെ തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, മീറ്റിംഗ് ഒക്കെ കൂട്ടി ഭയങ്കരമായിട്ട് സംസാരിച്ചായിരുന്നു. അതിനകത്ത് പല രീതിയിലുള്ള നിബന്ധനകൾ എടുത്തു. എന്നിട്ട് അവർ ഉറച്ചൊരു തീരുമാനമായിട്ട് എടുത്തിരിക്കുന്നത് ഗാസയിൽ ട്രംപിന്റെ പ്ലാൻ ഒരിക്കലും നടപ്പിലാക്കാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ അറബ് ലീഗിന്റെ മീറ്റിംഗ് അല്ലേ. ഇവിടെ എന്താണ് സംഭവം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആന്റോണിയോ ഗുട്ടറസ് അതിന്റെ ഉള്ളിലുണ്ട്. യുഎന്റെ തലപ്പത്തുള്ള ആന്റോണിയോ ഗുട്ടറസ് ആ ഒരു അറബ് ലീഗിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുകയാണ്. പുള്ളി വളരെ ശക്തമായിട്ട് ഈ ഒരു അറബ് ലീഗിന്റെ ഭാഗത്തു നിന്നാണ് സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഹമാസ് എന്നുള്ളതിനുപരി ഇസ്രായേൽ UN എന്നുള്ള നിലയിലേക്ക് ഇപ്പൊ ആയിരിക്കുകയാണ്. 100% ആന്റോണിയോ ഗുട്ടറസ് ഒരു സെൻട്രൽ പൊസിഷൻ എടുത്ത് നിൽക്കേണ്ട ഒരു വ്യക്തി ഇപ്പം ശരിക്കും അറബ് ലീഗിന്റെ സൈഡിൽ നിന്നാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നോക്കി കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപിനെതിരെ എടുക്കുന്ന വളരെ കർശനമായിട്ട് നിലപാടുകളാണ്. ഈ UN നിന്നും പുറത്തു പോകുന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടല്ലോ, അതിനൊക്കെ 100% ശരിവെക്കുന്ന രീതിയിലാണ് ഈ ഒരു ആന്റോണിയോ ഗുട്ടറസിന്റെ പ്രവർത്തനം. ഈ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടായിരിക്കും, ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടായിരിക്കും ട്രംപ് പോലത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തു പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അറബ് ലീഗ്, ഹമാസ്, ഈ ഒരു സംഘടനകളുടെ കൂടെ തന്നെയാണ് പണ്ട് തൊട്ടേ യുണൈറ്റഡ് നേഷൻസ്. അത് ഒന്നുകൂടെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ആന്റോണിയോ ഗുട്ടറസ് ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്ക വളരെ കർശനമായിട്ടുള്ള നടപടികൾ, ഹമാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ ഒരു തീവ്രവാദങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇന്തിഫാദയെ പ്രൊമോട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് കോളേജ് കേന്ദ്രീകരിച്ച് ഈ ആരാണോ ഈ ഒരു ഹമാസിനെ അനുകൂലിച്ച് പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ആ കോളേജിലുള്ള ആൾക്കാരെയൊക്കെ തെരഞ്ഞുപിടിച്ച് അവരുടെ വിസ ഒക്കെ ക്യാൻസലാക്കി ഡീപ്പോർട്ട് ചെയ്യാനാണ് തീരുമാനം. ഈ വിഷയങ്ങളൊക്കെ ശരിവെച്ചുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മാർക്കോ റൂബിയോ. എയ്ഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി US പൗരനാണ്. ഈ ഒരു വ്യക്തിയും കുറെ നാളുകൊണ്ടേ ഹമാസിന്റെ ക്യാപ്റ്റീവിലാണ് ഉള്ളത്, ഹമാസിന്റെ പിടിയിലാണ് ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോകളൊക്കെ പുറത്ത് ഹമാസ് പ്രൊപ്പഗൻഡ വീഡിയോ ഒക്കെ ഈ എയ്ഡനെ വെച്ചിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു വ്യക്തിയെ ഒരുപാട് പീഡിപ്പിക്കുന്നതായിട്ടും ഈ ഒരു വ്യക്തിയെ ഹറാസ് ചെയ്യുന്നതായിട്ടൊക്കെ ഉള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അവരുടെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും ഈ ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഇവരുടെ ഫേസ് ഒക്കെ കണ്ട്, ഇവരുടെ ഐ മൂവ്മെന്റ്സ് ഒക്കെ കണ്ട് അനലൈസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പൊ തൽക്കാലം ഇസ്രായേലിന്റെ ഫോക്കസ് പ്രയോറിറ്റി ഓൺ ഗാസ, അതേപോലെ പ്രയോറിറ്റി ഓൺ ഹൂത്തീസ്. ഇന്നലെ അമേരിക്കയുടെ ഒരു ഡ്രോണിനെ അവർ അടിച്ചിട്ടല്ലോ. അപ്പൊ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. അത് ഹൂത്തികളെയും കൂടെ ഒന്ന് ടാർഗറ്റ് ലിസ്റ്റിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹൂത്തികളെ വീണ്ടും ഇസ്രായേൽ അക്കൗണ്ടിൽ എടുത്തിരിക്കുകയാണ്. പിന്നെ അതിലുപരിയായിട്ട് ഒരു സൈഡിൽ സിറിയയുടെ ഭാഗത്ത് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ IDF മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സിറിയയുടെ ഭാഗത്ത് അവിടെയും പ്രൊട്ടക്ഷൻ ഒരുക്കുന്നുണ്ട്. ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ IDF ഇപ്പം ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇറാൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെ സൈഡിൽ നിന്നുള്ള പ്രഷർ വളരെ വളരെ കൂടുതലാണ്. കാരണം ഈ ഒരു ഓയിൽ ടാങ്കറുകളെ നടുക്കടലിൽ വെച്ച് തന്നെ സീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളൊക്കെ അമേരിക്ക ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ കള്ളക്കടത്ത് ചെയ്ത് ഈ ഒരു ഓയിൽ കൊണ്ടുപോകുമല്ലോ ഇറാനിൽ നിന്ന്. അപ്പൊ അവരെ നടുക്കടലിൽ വെച്ച് ഇവരുടെ റൂട്ടിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് വഴി മറിച്ച് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടീമുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അമേരിക്ക. അപ്പൊ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ പ്രഷർ അമേരിക്കയും ഇസ്രായേലും ഇടുക, അത് ത്രൂ റഷ്യയെ വെച്ചിട്ട് ഒരു സൈഡിൽ നെഗോഷിയേറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഇറാനെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.